السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ സയ്യിദ് അസീസ് 2021 ഡിസംബർ മാസം 3-ാം തീയതി നടത്തിയ ജുമാ ഖുതുബയുടെ ചില ഭാഗങ്ങളാണെന്ന് കേൾപ്പിക്കുന്നത്. ദ ഫാമിലി ആൻഡ് ദ യൂത്ത്സ്, കുടുംബവും യുവജനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹസ്രത്ത് ഖലീഫത്തുള്ള ലോകത്തോട് സംസാരിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, കുടുംബം എന്നാൽ എന്താണ്? രക്തബന്ധത്തിലൂടെയും കൂടിച്ചേരുന്ന ആളുകളുടെ കൂട്ടമാണ്, അഥവാ വൈവാഹിക ബന്ധങ്ങളിലൂടെ കുടുംബബന്ധം സ്ഥാപിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ഇത്തരത്തിലുള്ളവരെല്ലാം കൂടിച്ചേർന്ന് കഴിയുന്നതിനെ കുടുംബം എന്ന് പറയുന്നു. വിപുലീകരിച്ച കുടുംബത്തിൽ സാധാരണ കാണപ്പെടുന്നത് മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും മാതാപിതാക്കളും പിതൃസഹോദരന്മാരും പിതൃസഹോദരിമാരും മാതൃസഹോദരന്മാരും മാതൃസഹോദരിമാരും, ചുരുക്കത്തിൽ മാതാപിതാക്കളുടെ വിവിധ തരത്തിലുള്ള കുട്ടികൾ, അതിൽ കസിൻസും ആൻറ്റിമാരും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മാതാപിതാക്കളുടെ ശാഖകളും അതുപോലെ താൻ വിവാഹം കഴിച്ച ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ടവരുടെയും ഒരു സംഗമ സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഒരു ചെറിയ കുടുംബം എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ സംഗമം വളരെ അപൂർവമാണ്. ഇന്ന് ന്യൂക്ലിയസ് ഫാമിലിയാണ്. ചുരുങ്ങി മാതാവും പിതാവും മക്കളും, അവിടെ അവസാനിക്കുന്നു അവരുടെ ബന്ധസ്വന്തങ്ങൾ. അതിനപ്പുറത്തേക്ക് പോകുവാൻ ഇന്നത്തെ തലമുറ വൈമുഖ്യം കാണിക്കുന്നു. മാതാപിതാക്കളുടെ കുടുംബ വംശത്തെയോ കുടുംബ പാരമ്പര്യത്തെയോ കുടുംബത്തിലെ അടുത്തും അകന്നു നിൽക്കുന്ന ആളുകളെക്കുറിച്ചോ അന്വേഷിക്കുക എന്നതും അവരെ കാണുക എന്നതും അവരുടെ വിവരങ്ങൾ അറിയുക എന്നതും ഇന്നത്തെ ആധുനിക കുടുംബത്തിന് അന്യമായി തീർന്നിരിക്കുകയാണ്. ഇതുപോലെ തങ്ങൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ബന്ധവും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചില കാര്യങ്ങൾ, അതായത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അധ്യാപനത്തിലൂടെയും പഠിപ്പിച്ച ചര്യ അനുസരിച്ചുള്ള കാര്യങ്ങൾക്കായി അവർ ഒരുമിച്ച് കൂടുന്നില്ല. അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ അവരുടേതായ ഒരു ദീൻ, ഒരു മതം അവർ സ്ഥാപിച്ചിരിക്കുന്നു, തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച മതം.
തങ്ങളുടെ നെഫ്സ് എന്ത് പറയുന്നുവോ, തൻ്റെ ഇച്ഛ എന്താണോ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള മതത്തെ അവർ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവൻ്റെ ഗ്രന്ഥത്തിലൂടെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലൂടെയും കാണിച്ചു തന്ന കുടുംബ ബന്ധം ഇന്ന് അന്യമായിക്കൊണ്ട് ഇരിക്കുകയാണ്. ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു പ്രവാചക വചനത്തിൽ ഇപ്രകാരം പറയുന്നു. അതിൽ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നു, കുടുംബം ഉറപ്പ്, ദൃഢത, സ്ഥായിത്വം, സ്ഥിരത കൊണ്ടുവരുന്നു. അതോടൊപ്പം സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സമത്വം വരുത്തുന്നു. സമൂഹങ്ങളെ സംഘടിപ്പിക്കുന്ന പ്രഥമ സ്ഥലം കുടുംബമാകുന്നു. സമൂഹത്തിൽ ജീവിക്കുവാനുള്ള നിയമങ്ങൾ നാം പഠിക്കുന്നതും വീട്ടിൽ നിന്ന് അഥവാ കുടുംബത്തിൽ നിന്നുമാകുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല ജീവിക്കേണ്ടതെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരു രക്ഷിതാവായിരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നവരോടൊപ്പം ജീവിക്കുവാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. വൈവാഹിക ബന്ധത്തിലൂടെ സമൂഹ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ പരസ്പരം എങ്ങനെയാണ് സ്നേഹത്തോടെ കഴിയുന്നത്, ബഹുമാനത്തോടെ കഴിയുന്നത്, എങ്ങനെയാണ് പരസ്പരം സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്, ഇതൊക്കെ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയിലും നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ബന്ധം ഉറപ്പിച്ച് നിർത്തുമ്പോൾ ആ സ്നേഹ സൗഹൃദ വലയം ഒരു കുടുംബത്തിൽ സ്ഥാപിച്ച് കഴിയുമ്പോഴാണ് അവിടുത്തെ കുട്ടികൾ വളർന്നു വലുതാകുന്നതും അവർ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും. അങ്ങനെ വരുമ്പോൾ അവരുടെ സ്നേഹ സാമ്രാജ്യം വിപുലീകരിക്കപ്പെടുകയാണ്. അവർ പോകുന്നിടത്തും തങ്ങളുടെ വീട്ടിൽ കാണിച്ചതുപോലെ തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ സഹോദരിമാർ, തൻ്റെ ബന്ധുക്കൾ, തൻ്റെ സുഹൃത്തുക്കൾ, തൻ്റെ കൂട്ടുകാർ, അവരോടെല്ലാം എത്രയും ഉത്തമമായ നിലയിൽ, ഉദാത്തമായ നിലയിൽ ഏറ്റവും ആത്മാർത്ഥം നിറഞ്ഞ ജീവിതം നയിച്ചു. അതുപോലെ താൻ പുതിയ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകളെ, അവർ കന്യമായി കാണുന്ന ആ ആളുകളെ കാണുമ്പോൾ തങ്ങളുടെ മാതാക്കൾ, പിതാക്കൾ, അതുപോലെ മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, തൻ്റെ സഹോദരിമാർ, തൻ്റെ സഹോദരന്മാർ, തൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവരെ സഹായിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും കിട്ടിയ പരിശീലനം അവരുടെ കുടുംബ ബന്ധങ്ങളെ വിപുലീകരിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്തേക്ക് വിപുലപ്പെടുത്തുന്നു. അങ്ങനെ ആ കുടുംബ ബന്ധം അതിശക്തമായ നിലയിൽ തീരുന്നു. ഇതാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന കാഴ്ചപ്പാട്. ഇന്ന് കുടുംബത്തിൽ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിൽ അടിയാണ്, ശണ്ട കൂടുകയാണ്. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും, ആകപ്പാടെ തകർന്ന് തരിപ്പണമായ കുടുംബത്തിൽ നിന്നും പ്രായപൂർത്തിയായി വരുന്ന പുരുഷനോ സ്ത്രീയോ വിവാഹം കഴിച്ച് കലുഷിതമായ മനസ്സുമായിട്ടാണ് അവർ പുതിയ ഒരു ജീവിതത്തിലേക്ക് പോകുന്നത്. വീട്ടിൽ അവർക്ക് എന്ത് കിട്ടിയോ അവിടെ വെറുപ്പും വിദ്വേഷവുമാണ് കിട്ടിയത്. അതുപോലെ പോകുന്നിടത്തും അവർ അങ്ങനെ തന്നെ, താനും തൻ്റെ ഭർത്താവും കുട്ടികളും അതിനപ്പുറത്തൊരു ലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. തങ്ങൾ എങ്ങനെ ഈ ഭൂമുഖത്ത് വന്നു എന്നും തങ്ങൾ വരുന്നതിന് മാതാപിതാക്കളും അവരുടെ പൂർവികരും വഹിച്ചിട്ടുള്ള പങ്ക് എന്താണെന്നും നാം പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. നാം തനിയെ ഉണ്ടായി വന്നതല്ല. നമ്മളെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് അല്ലാഹു തആല തലമുറകളെ എത്ര തലമുറകളെയാണ് അവൻ ഉപയോഗപ്പെടുത്തിയത്. അതിനുശേഷമാണ് നമ്മൾ വന്നിരിക്കുന്നത്. മുൻകഴിഞ്ഞ തലമുറകളോടും ജീവിച്ചിരിക്കുന്ന തലമുറകളോടും വരും തലമുറകളോടും വളരെ വലിയ ഉത്തരവാദിത്വങ്ങൾ നാം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടായി വരുന്നത്. അങ്ങനെ താൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ നിന്നും ആ കുടുംബം വളർന്നു വലുതായി തൻ്റെ വൈവാഹിക ജീവിതത്തിലൂടെ ലഭിച്ച ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് അങ്ങനെ ആ കുടുംബം വിപുലീകരിച്ച് ലോകം മുഴുവൻ തൻ്റെ കുടുംബമാണ് എന്ന തിരിച്ചറിവിലേക്ക് അവർ ചെന്നെത്തുന്നു. ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്നാണ് നിങ്ങളെല്ലാം സൃഷ്ടിച്ചതെന്ന് അല്ലാഹു തആല പറയുന്നു. മുഴുവൻ മാനവകുലത്തിലും ജീവിക്കുന്ന സകല മനുഷ്യരും, ജീവിച്ചിരുന്ന സകല മനുഷ്യരും, ഇനി ജീവിക്കാൻ വരുന്ന സകല മനുഷ്യരും
ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നും, അപ്പോൾ കഴിഞ്ഞ തലമുറയോടും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയോടും വരും തലമുറയോടും നമുക്ക് അത്യുദാത്തമായ സംരക്ഷണ ഉത്തരവാദിത്വം, മഹത്വത്തിൻ്റെ, നന്മയുടെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ ഉദാത്തമായ മാതൃക നാം കാണിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ഒരു വിശ്വപൗരനായി ലോകത്തിൽ ഉണർന്നു നിൽക്കണം. ഇതാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ പാഠം. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കുടുംബാന്തരീക്ഷം കെട്ടിപ്പടുക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ള കുടുംബാംഗങ്ങൾ ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു സ്വർഗം കാണാം. ഈ രീതിയിലുള്ള കുടുംബ ബന്ധങ്ങളെ മാനിക്കാതെ പോകുന്ന ഇന്നത്തെ ലോകത്തിൻ്റെ ജീർണാവസ്ഥയെക്കുറിച്ച് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം പരിതാപകരമാണ്. നമ്മൾ ഓരോ വ്യക്തിയും ഒരു കുടുംബത്തിലെ അംഗമെന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നുണ്ടോ? നാം ഉൾക്കൊള്ളുന്ന കുടുംബത്തിലെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഇവരോടെല്ലാം നിങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ അതിനപ്പുറത്തേക്കുള്ളവരെ നന്മയിലേക്കും നല്ലതിലേക്കും കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. സംശുദ്ധമായ ഒരു ജീവിതം കുടുംബ ജീവിതത്തിലൂടെ നമുക്ക് ജീവിച്ച് കാണിക്കുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ഈ അതിമഹത്തായ സന്ദേശം ലോകമെങ്ങും വ്യാപിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അമൂല്യമായ അല്പകാല ജീവിതം അത് അനർത്ഥമാക്കി തീർക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉത്കൃഷ്ടമായ കുടുംബജീവിതം നയിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹി അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.